പാടുന്ന താരാട്ടു കേട്ടാലും മിഴികൾ നിറയുന്ന ദിന്തേ അതിലെൻ്റുമ്മാൻ്റെ മുഖമേ ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതിന്തേ അതിലെൻ്റുമ്മാൻ്റെ മുഖമേ ആരിരോ ആരാരിരോ ഉമ്മാൻ്റെ പൂമോനുറങ്ങാരിരോ ഇതുപോലുറക്കുന്നൊരുമ്മ കൽബോടു ചേർത്തിട്ടൊരുമ്മ ഉരുകുന്ന നേരം ഉമ്മാനെ വേണം ഉടനെ തഴുകിടും യഥമാറും ഉലകിൽ ചിറകുയർത്തി പാറും എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി എത്ര മക്കളോടിച്ചെന്ന് ഉള്ളുനൊന്തുവിങ്ങി ഞാൻ ജീവനോടുള്ളൊരു കാലത്ത് എങ്ങനെ കാണും ഞാൻ ഉമ്മാൻ്റെ മയ്യത്ത് ഞാൻ മരിക്കുന്ന താണെൻ്റെ ഹജത്ത് ഉമ്മയിരിക്കട്ടെ എന്നും ഈ ലോകത്ത് ഉമ്മ ഉമ്മ തണലാണു നിങ്ങൾ ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും പാട്ട് ഇഷ്ടപ്പെട്ടവരെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും പഴയ ഒരു കാലത്തിലോട്ട് പോയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇടക്കും നിലക്കൊക്കെയാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. ഓരോരോ തിരക്കുകളും ഓരോരോ കാര്യങ്ങളും അതിൻ്റെ ഇടയിലുള്ള ബാഡ് കമൻസുകളൊക്കെ ഓരോരുത്തരുടെ മൈൻഡിനും മനസ്സിനൊക്കെ നല്ല രീതിക്ക് വേദനിച്ചിട്ടുണ്ട്. എനിക്കതൊന്നും പ്രശ്നമല്ല, പക്ഷെ പ്രശ്നമുള്ള ആളുകളാകുമ്പോൾ പിന്നെ നമ്മൾ വീഡിയോയിൽ നിൽക്കുമ്പോൾ അവർക്കും അതൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ എല്ലാ മനുഷ്യന്മാരും എല്ലാ ആളുകളും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. മനുഷ്യന്മാരെല്ലാം വ്യത്യസ്തതാണ്, അവരുടെ മനസ്സുകളും വ്യത്യസ്തമാണ്. ചിലവർക്ക് കഠിന ഹൃദയം ഉണ്ടാവും, അല്ലാത്തവർക്ക് ലോല ഹൃദയം ഉണ്ടാവും. കഠിന ഹൃദയമുള്ളവരെന്താ വെച്ചാൽ അത് മനസ്സിലാക്കിയിട്ടൊക്കെ നിൽക്കും, അല്ലാത്തവർ അത് മനസ്സിൽ വെച്ച് നടക്കും. എന്തായാലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഗുജറാത്ത് പോക്ക് എന്തായാലും ഉഷാറായിട്ടുണ്ട്. നിങ്ങളെയൊക്കെ ആസ്വദിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് നമുക്ക് നല്ലൊരു ബാഡായിട്ടുള്ള കുറേ സംഭവങ്ങൾ വന്നു. ഞാനൊന്നും പറയാൻ എനിക്ക് വലിയ താല്പര്യപ്പെടുന്നില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ബാക്കി അവിടെ നിന്നൊക്കെ പറയാൻ കേട്ടോ ഗൈസ്. അപ്പം എന്തായാലും നമ്മുടെ വിഷയങ്ങളിലോട്ട് ഗൈസ് കിടക്കാം. മക്കളെ, ഓരോ ദിവസം ഓരോ പരിപാടികളായിട്ട് ഓരോ സ്ഥലത്തും കൂടെ മണ്ടി പാഞ്ഞ് നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് പ്രോപ്പർ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും പോസ്റ്റ് ആക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. എന്നാലും ഇൻഷാ അല്ലാഹ് ഒന്നാമത് വേറെ ഒന്നുമല്ല, വീട്ടിൽ ആളില്ലാത്തത് നല്ല ഒരു പ്രശ്നം തന്നെയാണ്. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടായപ്പോൾ ഈ വീട്ടിൽ ആളുകളില്ല. അപ്പം എന്താ വെച്ചാൽ 2-3 ആളുകൊണ്ടൊന്നും ഈ വീട്ടിൽ നടക്കില്ല. മറ്റേത് നമ്മളെ ചെറിയ വീടാണെന്നുണ്ടെങ്കിൽ, ചെറിയ വീടെന്ന് ഞാൻ പറഞ്ഞത് പറയല്ല കേട്ടോ, അഹങ്കാരം കൊണ്ടല്ല, ചെറിയ വീടെന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ആ വീടാണെന്നുണ്ടെങ്കിൽ അതിൽ ഇങ്ങോട്ട് നോക്കിയാലും അങ്ങോട്ട് നോക്കിയാലും ഒക്കെ ഇനി 3 ആളാണെങ്കിലും കുറേ ആളുള്ള ഫീൽ ഉണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ ഒരുപാട് സ്ഥലം ഇങ്ങനെ സ്പേസസ് കാണുമ്പോൾ ആകെ 2 ഇപ്പോൾ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ വരയിൽ. സീനും കുട്ടി അവിടെയാണ്, വേറെ ആരും ഇവിടെ ഇല്ല. അപ്പോൾ കുട്ടിയില്ലെങ്കിലും വീട് ഉണങ്ങിയും കൊണ്ടാണ്, അല്ലെങ്കിൽ അതിങ്ങനെ കളിച്ചിട്ടും അത് സാരിമ പിടിച്ചിട്ടും ഒക്കെ ഇങ്ങനെ ഉണ്ടാവും. അംഗനവാടി കുട്ടികളെ കൊടുന്ന് നിർത്തിയാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. പിന്നെന്താ വെച്ചാൽ അങ്ങനെ വീഡിയോ ഇനി ഇൻഷാ അല്ലാഹ് ഉഷാറാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4-ാം തീയതി വരുന്നത്, 5-ാം തീയതി ഉമ്മാൻ്റെ ചെറിയ മകള് വരുന്നുണ്ട്, പിന്നെ സീനും കുട്ടിയും വരും. അപ്പോൾ ഒക്കെ ആളാവുമ്പോൾ രസകരമായ സംഭവങ്ങൾ വരും. ഞാൻ ഇതേമാതിരി ഒന്നും രസകരമാക്കാൻ പോയതാണ് ഗുജറാത്തിലോട്ട്. ഞങ്ങൾക്കൊക്കെ നല്ല രസകരമായിരുന്നു, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾക്ക് അത് രസകരമായില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല
സിനുവിന്റെ മുഖം എന്താ എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. സിനുവിന്റെ മുഖം എന്താണെന്ന് ഇജാട് പറഞ്ഞു കൊടുത്തല്ലോ, അപ്പൊ അറിയ ആൾക്കാർ എന്താണ് നല്ല മുഖം ഉണ്ടായിരുന്നത്. ഓൾക്ക് ക്ഷീണം വയക്കൂ. അതായത് അത്രയും ദൂരം ട്രാവൽ ചെയ്യുമ്പോ എന്തായാലും മുഖം ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞെന്നാലും എങ്ങനെ മനസ്സിലാവുന്നൊന്നും അറിയൂല. ഞാൻ പറഞ്ഞല്ലേ, മനുഷ്യന്മാരെല്ലാം വ്യത്യസ്തമാണ്. ചിലവരത് പ്രകടിപ്പിക്കും, ചിലവരത് മുഖത്തിൽ വരും. അല്ലാതെ എല്ലാവരും നമ്മൾ വിചാരിച്ച പോലെ എപ്പോഴും ചിരിച്ചോണ്ട് നിൽക്കണം എന്ന് പറഞ്ഞാലൊന്നും പറ്റൂല. ഞാൻ അങ്ങനെ നിൽക്കും, ചിലപ്പോൾ ബാക്കിയുള്ളവർ അങ്ങനെ നിന്നോളം എന്നില്ല. പക്ഷെ നമ്മളത് ഒന്നും അറിയാതെ എന്താണ് അതിനെക്കുറിച്ച് പറയാൻ നിൽക്കരുത് എന്നുള്ളതാണ്. കാരണം ഓള് ട്രെയിനിൽ നേരെ ഉറങ്ങിയില്ല. അതായത് മോളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നിങ്ങൾ ഉറങ്ങിയിട്ടില്ലല്ലോ? ആരും നേരം ഉറങ്ങിയിട്ടില്ല. അങ്ങനെയല്ല, അതാണ് പറഞ്ഞത്, മനുഷ്യന്മാരെല്ലാം പലതരത്തിലാണ്. അപ്പൊ പിന്നെ നമ്മളൊരാളെ ടാർഗറ്റ് ചെയ്തതാവുമ്പോൾ പിന്നെ അവർക്ക് അവിടെ കല്യാണം, അതിൻ്റെ ഇടയിൽ കൂടെ ഗുജറാത്ത് പോക്കും, പിന്നെ കല്യാണത്തിൻ്റെ ഇതിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ബാഡ് കമൻസ് ഇങ്ങനെ പറയുമ്പോഴൊക്കെ അത് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആർക്കായാലും ഇഷ്ടപ്പെട്ടോളന്നില്ല. നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ വന്നു വെച്ചിട്ട് നമ്മൾ എല്ലാം കേൾക്കണം എന്നില്ലല്ലോ. എന്നെന്താ വെച്ചാൽ പറഞ്ഞോളി. ഓക്കെ, എനിക്കതൊക്കെ ഒരു കുഴപ്പമില്ല. എൻ്റെ അത് മേത്തൊന്നും തട്ടൂല. കാരണം അതിലും പലതും വലുത് നമ്മൾ പണ്ട് കൊണ്ടിരിക്കണേ. അപ്പോൾ പിന്നെ ഇതൊന്നും ഏക്കൂല മക്കളെ. നമ്മളെ വിമർശിച്ചുകൊണ്ട് എത്രയോ ആൾക്കാർ എന്തൊക്കെയോ ചെയ്യണേ. ഞാൻ ഒരാളോട് തിരിച്ചൊന്നും പറയാൻ വേണ്ടി നിൽക്കലില്ല, ഇന്നേ വരെ നിന്നിട്ടില്ല. പല കാര്യങ്ങളും നമ്മുടെ വീഡിയോസ് വെച്ചങ്ങാണ്ട് നമ്മളെ ടാർഗറ്റ് ചെയ്തങ്ങാണ്ട് പറഞ്ഞ ഒരുപാട് വീഡിയോസുകൾ ഇതിനകം എത്രയോ വന്നിട്ടുണ്ട്. ഇന്നേ വരെ ഞാൻ ആർക്കെങ്കിലും റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്യാൻ വേണ്ടി നിന്നിക്കണം. പക്ഷെ ബാഡ് കമൻറ്റ്സ് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും. കാരണം നിങ്ങൾ ബാഡ് കമൻറ്റ് നല്ലതാണെങ്കിലും ബാഡാണെങ്കിലും നിങ്ങൾ പറയുമ്പോൾ നമുക്ക് ഭാഗം നമ്മൾ ക്ലിയർ ആക്കണം എന്നുള്ളതാണല്ലോ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റ് പറ്റിയതാണെങ്കിൽ ഗൈസ് നമുക്ക് തെറ്റ് പറ്റി അല്ല. അപ്പൊ നമ്മൾ 2 ദിവസം വീഡിയോ ഇട്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ കമന്റ് വലിയ കാരണം ഓടാത്ത ആൾക്കാരെന്തോ പറഞ്ഞോട്ടേന്ന് നിങ്ങൾ പറഞ്ഞു വീഡിയോ ഇട്ടോളി. ആൾക്കാർ എന്ത് പറഞ്ഞ നിങ്ങളെ മേത്തൊന്നും തട്ടൂലല്ലോ. അപ്പൊ അവർക്ക് വീഡിയോ ദിവസം ഇടണം, അവർക്ക് കാണാന്. അല്ല, എൻ്റെ അടുത്തും പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താ നൗഫലിക്ക വീഡിയോ അല്ലാത്ത അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊന്ന് ഇടണം എന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ മുഖം തെളിയണമല്ലോ. കാരണം ഒരാളെങ്ങനെ പറഞ്ഞ് ഞാൻ കല്യാണത്തിൻ്റെ ഒരു വീഡിയോസും ഞാൻ എടുത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോട് എന്നോ പറഞ്ഞായിരുന്നു സിനുവിൻ്റെ വീട്ടിലെ കല്യാണം ഉണ്ട്, അത് നമുക്ക് ഗംഭീരമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉള്ള ചാനലിൽ പോസ്റ്റ് ആക്കുന്നത്. ഒന്നും എടുത്തിട്ടില്ല, ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് സിറ്റുവേഷൻ. നമ്മളെന്താ വെച്ചാൽ അവിടുത്തെ വീഡിയോസൊക്കെ ഓൾക്കാണ് എടുക്കാൻ വയ്ക്കുള്ളൂ. കാരണം ഞാനും ഇവിടെയാണ്, ഞാൻ കല്യാണത്തിന് പോയി വന്നു. അല്ലാതെ അവിടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഓലാണല്ലോ. പക്ഷെ അവൾക്ക് അതൊന്നും എടുക്കാനുള്ള മൈൻഡില്ല. കാരണം ഇതിങ്ങനെ കേൾക്കുക, ഓരോരുത്തരും ഒന്ന് ചോദിക്കുക, കല്യാണത്തിന് വന്നോലും വന്ന് ചോദിക്കുക. അപ്പോൾ പിന്നെ ആർക്കായാലും മെന്റലി ഇതാവുമല്ലോ. അല്ല, അങ്ങനെയല്ല, ഒരാൾ ചോദിച്ചാൽ മതിയല്ലോ. ആൾക്കാരെല്ലാവരുടെ കാര്യമാണ്. ഒരാൾ എന്താണ് ഇങ്ങനെ പറയുന്നത് ചോദിക്കുമ്പോൾ ആ ദിവസത്തെ മൂടണ്ട് പോകും. ഓക്കെ, അപ്പം എന്തായാലും അവരെ മനസ്സിലെങ്കിലും ഒരു ഇതാണ് വരുമല്ലോ. അതാണ് ഇത്രയും ദിവസത്തെയും നമ്മൾ ഗുജറാത്തിൽ പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉണ്ടായിരുന്നത്. ഇനി എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. ഇനി ഞാനിതാ ഒരു പ്രോഗ്രാമിന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി ഉമ്മ ഇവിടെ ഒറ്റക്കാവും. അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് ഉമ്മക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഞാൻ വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുകയാണ്. അതായത് ഇത് പറയുമ്പോൾ പറയും എന്ത് അത് ഹറാമാണ്, ഹലാൽ, അതൊക്കെ പ്രശ്നങ്ങൾ വരും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നല്ലത് കണ്ടാൽ പോരെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഹറാമാണ് ഗൈസ്. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത് ഹറാമാണ്. അപ്പോൾ ഞാനൊരു TV വാങ്ങിയിട്ട് വാർത്ത കാണാം, അത് നമ്മുടെ വ്ളോഗൊക്കെ ഇരുന്ന് കാണാം. ഞാൻ യൂട്യൂബിലുള്ളൊരു TV വാങ്ങുന്നത്. എങ്കിലും വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനൊരു TV വാങ്ങും. കാരണം എന്താ വെച്ചാൽ നേരെ പോയിക്കോട്ടെ അല്ലേ. കാരണം എത്ര വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ഇതിലിങ്ങനെ കുത്തിരിക്കുക. കാരണം ഞാനിവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഉമ്മയുടെ കൂടി പോകും. പിന്നെ ഞാൻ വരുമ്പോൾ വരാൻ വൈകും, അതുവരെ ഒറ്റക്ക് നിൽക്കണം. അങ്ങനെയൊക്കെ കുറേ അല്ലേ. ആളില്ലാന്നുണ്ടെങ്കിൽ പോയി കാര്യം പൊഞ്ഞ് കൊറേ ഒരു 3 മണി വരെ ഇരിക്കും. അപ്പൊ പ്രാന്തായ ഞാൻ അന്നീച്ച് പോകും. ഇവിടെ അവിടെ പോയിട്ട് അവിടെ പോയ ഇഷ്ടംമാരെ ആൾക്കാരുണ്ട്. ഇത് കിളിക്കൂടാ 4 പേർ നമുക്ക് ഒരു ബന്ധമില്ല. ആ കിടങ്ങാറായി ഫോണോട് അനക്ക് വിളിച്ച അതിന്റെ നടുവിലൊരു വരവേരിക. അത് പോണേ ഒരു വെളുത്ത ഒരു സാധനം. പോയത് ഇങ്ങോട്ട് ഞാൻ അവിടെ പോയി ഓള് റെഡിയാക്കി തന്നു. ഇങ്ങോട്ടാ പിന്നെ അടക്കാൻ വിളിച്ചത്. 1/2 മണിക്കൂർ അതാണ് പ്രശ്നം. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലൊക്കെ കടക്കാം. 4-ാം തീയതി പോവാനുള്ള കാര്യങ്ങള്. അന്ന് എത്ര മണിക്ക് ടിക്കറ്റ് ഒന്നും 1:30-ക്കല്ലേ? 2 മണിക്കല്ലേ? ഓക്കെ, ഒക്കെ ഓർമ്മിച്ച് 2 മണിക്കാണെന്നുണ്ടെങ്കിൽ 12:30-ക്ക് പോകണം. അപ്പൊ ചോറൊക്കെ നമുക്ക് പാർസലാക്കിയിട്ട് വെക്കാം. ഇതില് പറഞ്ഞ ആൾക്കാർ ഒഴിഞ്ഞിട്ടില്ലല്ലോ. ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല.
ഒഴിഞ്ഞാൽ പിന്നെ ആ കൊണ്ടുപോകാൻ കണക്കാവും. എന്തായാലും ഇൻഷാല്ല. പിന്നെ 7 കൂട്ടം പലഹാരമാണ് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തലേ ദിവസമാണ് അത് പർച്ചേസ് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുപോകാനും ഇവിടുന്ന് നമ്മൾ കാറിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകാം അല്ലേ. ഇത് ട്രെയിനിലാണെന്നുണ്ടെങ്കിലും മാറി മാറി നേരം കിട്ടൂല. അപ്പൊ എന്താ വെച്ചാൽ 7 കൂട്ടം പലഹാരം വാങ്ങണം. അത് നമ്മൾ പെട്ടിയാക്കിയിട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്ലാനാണ്. 10 റുപ്യ പോണോടത്ത് 50 റുപ്യ. എന്നാ വരുമോ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വരുമോ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് വരൂ. എത്ര മണിക്ക് അതൊന്നും പറയാൻ പറ്റില്ല, എന്റെ കാര്യമാണ്. എന്നാ ഞാൻ പോകും. ഓക്കെ. അപ്പൊ ഗായ്സ് നീ ഏത് റൂമിലാ ചക്കരക്ക്? ആ റൂമില്. അപ്പൊ അവിടുത്തെ ആ ബെഡ് മാറ്റണ്ടേ? മോള് കൊണ്ടുവരില്ല അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഉമ്മ റൂമിൽ കിടക്കലില്ല. നമുക്ക് റൂമില്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ. റൂം ഇഷ്ടം പോലെയാണ്, കിടക്കാളില്ലാന്നുള്ളൂ അല്ലേ. മുകളിലൊന്നും കൂടിയിരുന്നതിന് ശേഷം കയറിയിട്ടില്ല ഗായ്സ്. ഇനിയിപ്പോ അവിടെ അത് കേറി നമ്മളാരെയും കേറിക്കണോ? നിങ്ങൾ അടിച്ചൊരു തുടക്കാനല്ലാതെ അവിടെ കടക്കാൻ കയറിക്കണോ? ആരും കയറിയിട്ടില്ല. ഞാനൊന്നും ഇരിക്കാൻ വരെ കയറിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ തന്നെ നടക്കാൻ ആൾക്കാരില്ല. പിന്നെ എൻ്റെ മുകളില് അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് അതൊക്കെ ആവശ്യം വരും. പിന്നെ വിരുന്ന് വരുമ്പോഴും ആൾക്കാർ വരുമ്പോഴൊക്കെ അത് ആവശ്യമാണ്. ആവശ്യമില്ലാത്ത കേടൊന്നുമില്ല, ആവശ്യമുണ്ട്. പക്ഷെ അത് ഇങ്ങനെ വെറുതെ കിടക്കുന്ന കാണുമ്പോൾ ഒരു ഇടങ്ങേറുണ്ട് അല്ലേ. എത്തും ഇൻഷാ അല്ലാ. അപ്പൊ പിന്നെ ആ നേരത്ത് പെര ഉണ്ടാക്കണ്ടല്ലോ. ഒക്കെ ഒരു 1 ടൈമാണ്. പെരപ്പ ഉണ്ടാക്കി ബാധ്യതകൾ തീർത്ത് കഴിഞ്ഞാല് നമുക്കൊരു അതായത് ഈ ലക്ഷദ്വീപ് ഭാഗത്തൊക്കെ എന്താ ചെയ്യാന്നറിയോ, കല്യാണം കഴിയുമ്പോൾ ഒരു റൂമും ഒരു ബാത്റൂം ഉണ്ടാക്കുക. ഇങ്ങനെ ഉണ്ടാക്കി പോവാ പോലെ. അപ്പൊ ഞങ്ങൾ അന്ന് പോയപ്പോ ഞങ്ങള് അതാ കണ്ടി അവിടെ പോയപ്പോ. അതേമാതിരി ഓരോ ലക്ഷദ്വീപ് പോകണമെന്ന്. അല്ലാ. എന്തായാലും ഇൻഷാ അല്ലാ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഒരുപാട് പേര് ചോദിച്ചു എന്താ വീഡിയോസ് ഇടാത്ത കാരണം എന്ന് ചോദിച്ചാൽ ഈ ഒറ്റ കാരണമാണ്. ഇനി ഇൻഷാ അല്ലാ നമ്മളാദ്യം എന്താണ് ഇത് ബാഡ് കമന്റ്സ് ഞാൻ നോക്കാൻ നിൽക്കൂല. ഞാൻ എന്തായാലും ഡെയിലി വീഡിയോസ് നമ്മൾ പോസ്റ്റ് ആവുന്നതാവും. ഇനി ഇവിടുന്ന് വെറൈറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. ഞാൻ നോക്കലൊന്നുമില്ല, വായിക്കാറില്ല. പിന്നെ ഞാനെങ്ങനെ നോക്കുക? അത് ശരിയാണ്. ഒന്നാമത് വായിക്കാൻ നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. എന്താണ് നമ്മൾ ഇനി വീഡിയോസ് ഇടണോടണ്ടേന്നുള്ളത്. അപ്പൊ എല്ലാരും പറയും വാണെങ്കിൽ ഇട്ടാ മതി എന്ന് പറയും. ഓക്കെ. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ പറഞ്ഞോട്ടെ. വീഡിയോ നിർത്തിയത് കേട്ടോ. ഞാനതാ പറയുന്നത്. ആൾക്കാരെ കുഞ്ഞുകൂടെ പൊട്ടി തോരട്ടെ. എന്തായാലും അപ്പൊ അവർക്ക് അള്ളാഹ്യത്തൊന്നും കൊണ്ടിരിക്കുവോ? ഈ ആൾക്കാരെ പച്ചറച്ചി തിന്നിട്ട് എന്താ കാര്യം? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളെ പറയൂ ഇത് ചെയ്യുന്നത് ഹറാമാണോ ഹലാലാണോ, ഇതെന്താ ചെയ്തെന്ന് ലോകത്തുള്ളവരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഒരു ഹറാമും ഹലാലൊന്നും ഇല്ലേ? അങ്ങനെയല്ല. അപ്പൊ നമ്മള് എന്ത് ചെയ്താലും ന്യായീകരിക്കാൻ ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മളെന്തായാലും നമ്മള് നമ്മുടെ കബറിലേക്കാ പോകണം. നമ്മൾ നല്ലത് ചെയ്ത് കണ്ണൊക്കെ ഇങ്ങനെ എഴുതി ഇതാക്കി ഇവിടെ സോപ്പ് അങ്ങനെയൊന്നും നമ്മൾ ചെയ്തില്ല. നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളത് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ അതൊന്നും പറയല്ലേ. നമ്മളെന്താ വെച്ചാൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറ്റം മാത്രമാണ്. അത് അങ്ങനെ ഓക്കെ. എന്തായാലും ഇൻഷാ അല്ലാ അപ്പൊ എന്തായാലും അവനാന് വേണ്ടി ഉണ്ടാക്കുക. നമ്മളാരും പച്ചർച്ച തിന്നാനൊന്നുമില്ല. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളും പഠിച്ചവനും ആവും. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസമാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി വഴിയെ നമുക്കറിയാം. എന്തായാലും നമ്മൾ ജീവിതം രക്ഷപ്പെട്ടതും പച്ച പിടിച്ചതും ഇത്ര കാലം ഒരാൾ കൊടുന്നരാനും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒക്കെ നമ്മളായിട്ട് നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ കല്യാണവും എല്ലാം സെറ്റിൽഡായത് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ്. ചിലപ്പോൾ നല്ലതിനാവാം, എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവാവാന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഇപ്പം അൽഹംദുലില്ലാ സോഷ്യൽ മീഡിയ മാത്രമല്ല, ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇപ്പോൾ ബിസിനസ്സിലും പാടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ബിസിനസ് ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ആ ബിസിനസ്സൊക്കെ ഇനി നല്ല രീതിക്ക് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ പോയാലും ഇപ്പോൾ ജീവിക്കാനുള്ള എല്ലാ ഭാഗ്യം നമുക്ക് പഠിച്ചോൻ കരിഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നുമില്ലാതെ അതൊന്നും പ്രശ്നമില്ല. അങ്ങനത്തൊന്നും കരുതി ഇനി വരാതിരിക്കട്ടെ അല്ലേ. ഇത്രയായില്ലേ. എന്തായാലും ഇൻഷാ അല്ലാ ഞാൻ പറയുന്നത് എനിക്ക് പോവാൻ നേരമായി. ബൈ ബൈ ബൈ.